ആര് തിന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ഹോസ്പിറ്റലുണ്ട്. വേറെ മാറാ രോഗം വന്ന് നീ നശിച്ച് പോകും. നീ ഒരിക്കലും നേരാവില്ല, ഒരിക്കലും നീ നേരാവില്ല. അത് ഞാൻ എന്നെ പടച്ചോനിലാണ് എനിക്ക് വിശ്വാസം. ഇപ്പൊ പറയണ്ടല്ലോ, ഈ കളവി തള്ള പറയണ്ടല്ലോ, കളവി തള്ളൻ്റെ അടുത്ത് പറഞ്ഞാണല്ലോ, 1 കൊല്ലം 1.5 കൊല്ലം എനിക്ക് ഈ സർജറി കാണടാ. നീ സർജറി കഴിഞ്ഞതിന് ശേഷം അടുക്കള അതിൻ്റെ മുന്നിൽ ഈ കളവിക്ക് വെച്ചുണ്ടാക്കി കൊടുത്തത് ആരാന്ന് ചോദിക്കണം. ആരും നീ പോയിട്ട് ചോദിക്കണം. ഈ 1.5 കൊല്ലം എൻ്റെ അടുത്ത് അടുക്കളയിൽ കയറണ്ട പറഞ്ഞിട്ടാണ് ഞാൻ കയറേണ്ടത്. ഇപ്പോഴും എൻ്റെ മക്കളാണ് എനിക്ക് കിട്ടുന്നത്. എടാ പുല്ലൻ നിക്സ്മി കൈസേ, എടാ പുല്ല, നീ ആദ്യം വന്നിട്ട് എൻ്റെ മക്കളോടും ബാക്കിയുള്ളവരോടും വേറുള്ള ആൾക്കാരോടും നീ എൻ്റെ നാട്ടിലത്തെ തെണ്ടികളോട് അല്ലടാ അന്വേഷിക്കേണ്ടത്. നാട്ടുകാർ തെണ്ടികളെ, അവർ കഞ്ചാവ്. എനിക്ക് ഞാൻ വീഡിയോസ് ഇങ്ങനെ എൻ്റെ കയ്യിൽ സ്റ്റോക്കാണ്. എപ്പോഴാണ് ഇടേണ്ടത് ഓരോന്നും ഓരോ ടൈമിലിടാനുള്ള അവസരം പടച്ചവൻ എനിക്ക് തന്നുകൊണ്ടിരിക്കണം. ഞാൻ ആ തള്ളൻ്റെ ഗട്ടി ഡാൻസിൽ കൂടെ നാറി കൈസേ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്ത് തള്ളയാണെങ്കിലും ആ തള്ളൻ്റെ എത്ര കൾച്ചറില്ലാത്ത വർഗ്ഗങ്ങളാണെന്നെങ്കിലും, എടാ ഇതിൽ ഓടുന്ന ബ്ലഡ് ഉണ്ടല്ലോ, ഇത് തള്ളൻ്റെ നാട്ടിലത്തെ ബ്ലഡല്ല, ഇത് പാലക്കാടത്തെ ബ്ലഡാണ്. പാലക്കാട് പുതുനഗരത്തിലുണ്ടായ ഷാബുൽ അമീദിൻ്റെ മകളാണ്. ഈ കെട്ടിയോളാണ്, അവൾ കെട്ടിയതല്ലടാ. എടാ നിരങ്ങ ഞാനല്ല, അവളാടാ. ഈ പറയുന്ന നാറിയട നിരങ്ങണത് ഞാൻ. തൊഴിലുറപ്പിനെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് വീട്ടിൽ വിട്ടിറങ്ങി കൺമഷി പൗഡർ ഞാൻ ഇടണല്ലടാ. എവിടെടാ ഞാൻ കൺമഷി ഇട്ടിരിക്കുന്നത്, പൗഡർ ഇട്ടിരിക്കുന്നത്? ഞാൻ മുഖം കഴുകിയിട്ട് ഇപ്പോൾ വന്ന് നിൽക്കുന്നു നിൻ്റെ മുന്നിൽ. എവിടെ കൺമഷി ഇടും? പക്ഷേ ഈ പറയുന്ന ഷെരീഫ നാറി തൊഴിലുറപ്പിന് മുമ്പ് കൺമഷി, പൗഡർ, ലിപ്സ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് അവൾ ആടാൻ പോണതാണ്. ഈ ഷാജി ആടാൻ പോകേണ്ട ആവശ്യമില്ല. പിന്നെ എൻ്റെ ജോലി യൂട്യൂബ് പണിയാണ്. ഞാൻ പോവും, പല സ്ഥലത്തും പോവും, പല പ്രൊമോഷൻ വർക്ക്, പല ആളുകളുടെ കൂടെ പോവും, പല ആൾക്കാരുടെ കൂടെ പോവേണ്ടി വരും. നാറി കൈസേ, മുന്നേ 15 കൊല്ലം ജീവിച്ചിട്ടുണ്ടാ. ആ 15 കൊല്ലത്തിനുള്ളിൽ എന്തേടാ ചത്തില്ല, എന്തേടാ തൂങ്ങി ചത്തില്ല? ഞാനാടാ തൂങ്ങി ചാവേണ്ടത്. ആരും ചോദിക്കണ്ടല്ലോ ഷാജി എങ്ങനെ ഇത്ര ധൈര്യത്തിൽ ഇവിടെ പറഞ്ഞല്ലോ കൈ മുറിച്ചു. എടാ അവന് കാറിനോടെ ഞാൻ കൈ മുറിച്ചത്. ഷെരീഫ 3 എങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചു. ഞാൻ മകളല്ല പറഞ്ഞു, എന്നെ ഏതിലുണ്ടാക്കിയതാണെന്ന് കൂടി നീ എനിക്ക് തെളിയിച്ചു തരണം. എന്നെ ഏതിലുണ്ടാക്കിയതാണെന്ന് നീ തെളിയിക്കണം. കെട്ടിയോൾക്കും കുടുംബത്തിനും നീ നോക്കുന്ന എല്ലാവരും നീ നോക്കുന്ന ഈ തീട്ടം തീനി ഇറ്റ്സ്മി കൈസേ, തീട്ടം തിന്നടാ. നീ കക്കൂസിൽ പോയി തീട്ടം വാരി തിന്നി. നീ അല്ലാണ്ട് നീ എൻ്റെ അണ്ണാക്കിലോട്ട് ഇട്ട് തരണ്ട. നീ ആണാണെങ്കിൽ എൻ്റെ മുന്നിൽ നാളെ പത്തിപ്പാല എന്ന സ്ഥലത്ത് നീ വാ, എൻ്റെ വീട്ടിലോട്ട് നീ വാടാ. നീ ആണാണെങ്കിൽ വാ, നിന്നെ വെല്ലുവിളിക്കണയാണ്. നീ ആണാണെങ്കിൽ വാ, നിനക്ക് തെളിവ് ഞാൻ ഇട്ട് തരാം. അല്ലെങ്കിൽ നിൻ്റെ നമ്പർ നീ ആണാണ്, ഞാൻ പെണ്ണായിട്ട് കൂടി എൻ്റെ നമ്പർ എൻ്റെ ഇട്ട് വെച്ചിട്ടുണ്ട്. നീ ആണാണെങ്കിൽ നീ രണ്ടും കെട്ടവനാണ്, നീ രണ്ടും കെട്ടവനാണെന്ന് എനിക്ക് മനസ്സിലായി. ആണുമല്ല പെണ്ണുമല്ല, വേറെന്തോ ജന്തുവാണ്. കാരണം നീ അത്രയ്ക്ക് പച്ചിറച്ചി മനുഷ്യന്മാരെ തിന്നിട്ട് പച്ചിറച്ചിയല്ല മനുഷ്യന്മാരെ തീട്ടം തിന്നണം. 5 മക്കളെ 8 മക്കളെ പോറ്റണ എനിക്ക് എത്ര വേണടാ നോയെ? നീ എന്നെ ഉണ്ടാക്കുന്ന, എൻ്റെ ഉമ്മാക്ക് വെച്ചിട്ട് നീ എൻ്റെ ഉണ്ടാക്കുന്നതാണ്. വാടാ നീ. എൻ്റെ ഉമ്മ 3 മക്കളെ പോറ്റി പറയുന്നല്ലോ, എങ്ങനെ നോക്കിയെന്ന് നീ പറയടാ. നീ ഈ ഷെരീഫ പറഞ്ഞ അവളുടെ അടുത്ത് പോയി ചോദിക്കടാ മോനെ. ചോദിച്ചിട്ട് നീ എനിക്ക് ഉണ്ടാക്കടാ. എനിക്ക് എന്നിട്ട് നീ ഉണ്ടാക്കുക. നീ ഏത് മാളത്തിൻ്റെ ഉള്ളിൽ പോയി ഒളിച്ചാലും, നിൻ്റെ വീട്ടിൻ്റെ 4 ചുമരിൻ്റെ ഉള്ളിൽ നീ ഒളിച്ചാലും, നിൻ്റെ വീട് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. നീ എവിടത്തുകാരനാണ്, എന്താണ് നിൻ്റെ വീട്, എവിടെയാണ്? ഈ ഷെരീഫ 3 എങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചു. ഞാൻ മകളല്ല പറഞ്ഞു, എന്നെ ഏതിലുണ്ടാക്കിയതാണെന്ന് കൂടി നീ എനിക്ക് തെളിയിച്ചു തരണം. എന്നെ ഏതിലുണ്ടാക്കിയതാണെന്ന് നീ തെളിയിക്കണം. അതുപോലെ തന്നെ എൻ്റെ 2 താഴെ ഉള്ളവളുമാരും ഏതൊക്കെ അവളുടെ കെട്ടിയവന്മാരിനെ എങ്ങനെയൊക്കെ. എടാ റെക്കോർഡാണ് ഷാജിൻ്റെ അടുത്ത്, ഫോണ് ഫുൾ റെക്കോർഡ്. അനീത്തിമാർ വിളിക്കണതായാലും, മാമന്മാർ വിളിക്കണതായാലും, ഷെരീഫ വിളിക്കണതായാലും, ഏത് പുല്ലന്മാർ വിളിക്കണതായാലും ഷാജിൻ്റെ അടുത്ത് തെളിവ് അയക്കേണ്ടവർക്ക് ഷാജി അയച്ചു കൊടുക്കും. ടോർച്ചർ ചെയ്തേനെ. എൻ്റെ കെട്ടിയോ മരിച്ചിട്ട് എന്നെ 2 കൊല്ലം വീട്ടിൻ്റെ ഉള്ളിലിട്ട് ടോർച്ചർ ചെയ്തേ. 4 മാസം കിളവി പറയണ്ടല്ലോ, 4 മാസം 5 മാസം അവൾക്ക് തിളപ്പെടുത്ത് പോയി. കിളവിക്കാണ് തിളപ്പ്, എനിക്കല്ല തിളപ്പ്. ഞാൻ തിളപ്പെടുത്ത് പോയിട്ടുമില്ല. എൻ്റെ ഉണ്ടല്ല
എവന്റെ കൂടെ താമസിച്ചെന്നുള്ള തെളിവ് സഹിതം ആർക്കാണോ പൈസ കൊടുത്തത്, ഞാൻ ഈ കിടക്കണവന്റെ കൂടെ പോയി എന്ന് പറയുമല്ലോ, അവനുണ്ടടാ നാട്ടില്. ഇക്ക മരിച്ചതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ നിൽക്കണോണ്ട് തന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ശല്യങ്ങൾ കൂടുതലാണ്. കാരണം ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്ത് പറഞ്ഞിട്ടും പോവാണ്ട് പല നമ്പറിന്നും നെറ്റ് നമ്പറിന്ന് വിളിച്ച് ഭയങ്കരമായിട്ട് ഒരാൾ ശല്യപ്പെടുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനൊരു അപ്പൊ ശരിക്കും എന്നെ കല്യാണം കഴിഞ്ഞിട്ടില്ല.